ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ മലയും താണ്ടി പുഴയും താണ്ടി മൂന്നാർ കഴിഞ്ഞ് അടിമാലി കഴിഞ്ഞ് ബോധിമട്ടം കടന്ന് തമിഴ്നാട്ടിലേക്ക് കടന്ന് എത്തിയിരിക്കുന്നു മധുര സിറ്റിയിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പോക്ക്. നമ്മുടെ ലക്ഷ്യം അമ്മ മെസ്. അപ്പം വൈഗാ നദിയുടെ തീരത്തോടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വൈഗാ നദി ഏകദേശം ആ സിറ്റിയുടെ സെൻറ്ററിലായിട്ട് വരും. അമ്മ മെസ്സിലേക്ക് ഇതിന് മുമ്പും നമ്മൾ വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മളിവിടെ വീണ്ടും വന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ രജനീകാന്തും അതുപോലെ സൂര്യയും ഒക്കെ ഇവിടെ വന്ന് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഇവിടെ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെയും ഫോട്ടോ വേണമെങ്കിൽ അവർക്ക് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കിവിടുത്തെ ഭക്ഷണം കഴിക്കാം. നമ്മളിന്ന് നേരത്തെ ഒരു 12-15 ഒക്കെ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ക്രൗഡൊന്നുമില്ല. ഇലയിലാണ് ഭക്ഷണം. ഇവിടുത്തെ മെനു ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടെ കിട്ടുന്ന സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അതുപോലെ ബോൺ മാരോ ഓംലെറ്റ് മട്ടൻ്റെയാണ് കേട്ടോ. അതുപോലെ മട്ടൻ ബ്രെയിൻ ഫ്രൈ, മട്ടൻ കോല ഉരുണ്ട, അത് മട്ടൻ്റെ മീറ്റ് ബോൾസ് ആണ്. നമ്മുടെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ കെങ്കേമമായിരുന്നു. അത് കൂടാതെ അവർ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ഗ്രേവി തരും. മട്ടൻ്റെയോ ചിക്കൻ്റെയോ ഗ്രേവി തരും കേട്ടോ. ആ ഗ്രേവി കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കണം. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി, അതാണ് അതിൻ്റെ രീതിയും ടേസ്റ്റും. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. പിന്നെ ബോൺ മാരോ ഓംലെറ്റ്, അതും എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. മട്ടൻ കോല ഉരുണ്ട, മട്ടൻ്റെ മീറ്റ് ബോൾസ് നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ കുറച്ച് സ്പൈസി ആയതുകൊണ്ട് എനിക്കത് ഒരുപാട് അങ്ങ് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ മട്ടൻ്റെ ബ്രെയിൻ റോസ്റ്റ്, അത് ഒരു കുക്കാവാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് അത് എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ ഓവറോൾ ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു. എന്തിനാ അധികം ബിരിയാണി മതിയല്ലോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ അറിയണ്ടേ. അതുപോലെ തന്നെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഉള്ള യാത്രയും മധുര എത്തിയതും പിന്നെ മധുരയിൽ നിന്ന് ചെട്ടിനാട് എത്തിയതും അവിടെ ചിദംബര വിലാസിലെ താമസവും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്ളോഗ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനി ഡെസേർട്ടായിട്ട് നമ്മൾ കഴിച്ചത് മധുരയുടെ സ്വന്തം ജിഗർ ഠണ്ടയാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്